നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭർത്താവ് എങ്ങനെയാ ഭാര്യയ്ക്ക് ശല്യമാവുന്നത്? ചേച്ചി ഇതിൽ ഇടപെടരുത് പ്ലീസ്. ചേച്ചി ഇടപെടണ്ടേ? അതെന്താ കാര്യം? നീ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളണോന്ന് തിട്ടൂരം വല്ലതും പുറത്തിറക്കിയിട്ടുണ്ടോ ഈ വീട്ടില്? വിശന്നു വലഞ്ഞ ആഹാരത്തിന് മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളോട് നിന്ദിക്കുന്ന വർത്തമാനം പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? എനിക്ക് അത്ഭുതം. എനിക്ക് ഇയാളെ കാണുന്നതേ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, എനിക്ക് വെറുപ്പാ. വേണ്ട ഏട്ടത്തി, ആരതി ഒന്നും പറയണ്ട. അവളുടെ മനസ്സ് നിങ്ങളാരും വിചാരിക്കുന്ന പോലെ അല്ല. അത് പറയാൻ നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കിയാൽ മാത്രം മതി ഈ വീട്ടില്. നിന്റെ കാര്യം പറയാൻ മുരളിക്ക് ഒരു അവകാശമില്ല ഈ വീട്ടിൽ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് മുരളി, വെറും ഒരു അന്യ പുരുഷനല്ല. ഒരു താലി, ആ സാധനം വലിച്ചു പൊട്ടിച്ച് മുഖത്തേക്ക് എറിഞ്ഞാ തീരോ ഈ ഭാരം? എങ്കിലത് ചെയ്യാൻ ഞാൻ ചെയ്യാം. ഇത് കെട്ടിപ്പോയതിന്റെ ഒറ്റ പേരില ഇയാളെ ഞാൻ ചുമക്കേണ്ടി വരുന്നതെങ്കിൽ എനിക്കിത് വേണ്ട. ഏട്ടത്തി, എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയത്? എന്ത് കാരണത്തിന്? നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയെന്ന്? എന്നെ തല്ല നിങ്ങൾക്ക് ആരാ അവകാശം തന്നെ? ആരാ നിങ്ങൾ? എന്റെ പെറ്റമ്മയാണോ? അല്ലല്ലോ. മോള് കൊറേ ആയി ഈ മോളെ വിളി കേൾക്കുന്നു. കൊറേ നാളായി നിങ്ങൾ എന്നെ പറ്റിക്കുന്നു. ഇനി ഞാനത് സമ്മതിച്ചു തരില്ല. എനിക്ക് വേണ്ട നിങ്ങളുടെ ഈ രക്തബന്ധം. ഞാൻ ആവുന്നത്ര പറഞ്ഞതാ എനിക്ക് ഈ കല്യാണം വേണ്ടാന്ന്. സമ്മതിച്ചില്ല. എല്ലാരും കൂടി എന്റെ തലയിൽ പിടിച്ചു വെച്ച് തന്നു ഇയാളെ. എന്റെ ജീവിതം ഏത് നാശക്കടലിൽ പോയി മുങ്ങിയാലും നിങ്ങൾക്കൊക്കെ അഭിമാനത്തോടെ ജീവിക്കണം, സന്തോഷിക്കണം. അതിനു വേണ്ടി എന്റെ ജീവിതമാ നിങ്ങൾ കുരുതി കൊടുത്തത്. എന്നിട്ടിപ്പോ തല്ലാനും ചട്ടം പഠിപ്പിക്കാനും വന്നേക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.